സുല്ലാസ് ബാബു, ഇവിടെ സമയത്ത് ഇവിടെ ബി എം ഡബ്ല്യു കാറിൽ പോയി മസ്റ്റർ ചെയ്ത് തിരികെ ശീതീകരിച്ച മുറിയിലെ അല്ലെങ്കിൽ മണിമാളികയിലെ സപ്രപഞ്ചക്കട്ടിൽ വന്ന് വിശ്രമിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ബ്രേക്കിന് മുമ്പ് രാജു പി നായർ പറഞ്ഞത്. സുല്ലാസ് ബാബു, ഇപ്പോൾ എനിക്കൊരു മെസ്സേജാണ്. മസ്റ്ററിങ് ചെയ്യാൻ പോലും ഗതിയില്ലാത്തവർ എനിക്കറിയാം. ടൈമിൽ മസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് 2 മാസത്തെ പെൻഷൻ കിട്ടിയില്ല. അങ്ങനത്തെ മനുഷ്യന്മാർ ജീവിക്കുന്ന നാട്ടിൽ ഇത്രയും പൈസ, ഇത്രയും അനർഹർ ബോധപൂർവം ഇക്കാലം അത്രയും അടിച്ചുമാറ്റി എന്ന് പറയുന്നത് ബാക്കിയൊക്കെ പോട്ടെ, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ ശ്രീ ഉല്ലാസ് ബാബു? നമ്മളൊരു കാര്യം ഇതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. ഇതിനകത്ത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഇതിനകത്തൊരു കെടുകാര്യസ്ഥതയാണ്. ഒരു ഉപജീവന പ്രയാസമുള്ള ആളുകൾ സംരക്ഷണ വലയത്തിൽ ഉണ്ടാകണമെന്ന സതുദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സർക്കാരുകൾ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിലും ഒരാൾക്ക് 18 വയസ്സായി, 18 വയസ്സായ ആൾ പെൻഷൻ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 20 വയസ്സായാൽ പെൻഷൻ വാങ്ങിക്കുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ദിവ്യാംഗത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. ആ ജോലി കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം അറിയിക്കേണ്ടതാണ്. അറിയിച്ചില്ല എങ്കിൽ മസ്റ്ററിങ്ങിന് അദ്ദേഹം ഹാജരായില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകണം. അപ്പോൾ സർക്കാർ നിരവധി തവണ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് എങ്കിലും ഇവർ അക്ഷയയിൽ പോയി വിരലടയാളം കൊടുക്കും. സ്വാഭാവികമായിട്ട് സർക്കാർ നിരവധി തവണ, ആ വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർക്കാർ നിരവധി തവണ പലതവണയായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവ അനർഹരുണ്ട്, ഒഴിവാണ്. അപ്പോൾ സർക്കാരിന് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷേ ബോധ്യമുണ്ടായിട്ടും അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചില്ല. സ്പാർക്കിൻ്റെ സോഫ്റ്റ്വെയർ വഴിക്ക് അല്ലാതെ ശമ്പളം മേടിക്കുന്ന ഈ നിത്യ ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്, അതാത് ദിവസത്തെ ശമ്പളം മേടിക്കുന്ന കരാറടിസ്ഥാനത്തിലുള്ള ആളുകൾ, അവരൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു സഹകരണ സംഘങ്ങളിലെ ആളുകൾ ക്ഷേമ പെൻഷൻ കൊണ്ടുകൊടുക്കുന്ന സിസ്റ്റമുണ്ട്. അവിടെയാണ് നമുക്ക് ചെറിയ ഒരു ഇതിനകത്തൊരു കള്ളത്തരം നമുക്ക് ഫീൽ ചെയ്യാം. ഇവരൊരു വീട്ടിൽ കൊണ്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പറെ സംബന്ധിച്ചിടത്തോളം ചില വാർഡ് മെമ്പർമാർ പെൻഷൻകാരെ കൂട്ടി നിർത്തും. അതൊക്കെ ചില രാഷ്ട്രീയത്തിന്റെ ഭാഗം വേണ്ടി വാർഡ് മെമ്പർമാർ ക്ഷേമ പെൻഷൻ 62 ലക്ഷത്തിൽ 10-46% ആളുകൾ നേരിട്ട് കൊടുക്കുന്നതാണ്. അത്രയും പേർക്ക് അക്കൗണ്ടില്ലാത്ത പ്രശ്നം ഉണ്ടാവുമോ? അത് DBT സിസ്റ്റത്തിൽ കൊടുക്കുന്നു. പക്ഷേ അത് DBT സിസ്റ്റത്തിൽ കൊടുക്കും. നേരിട്ട് DBTയിൽ തെറ്റുപറ്റിയാൽ നേരിട്ട് കൊടുക്കുന്നവർക്ക് തെറ്റുപറ്റാൻ പാടില്ല. കാരണം അവർക്ക് കൃത്യമായി അറിയാലോ, അവർ പോകുന്ന വീടറിയാം, അവർ കൊടുക്കുന്ന ആളെ അറിയാം, ആൾക്ക് തൊഴിലുണ്ടെങ്കിൽ അതറിയാം. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് അതിന് വേണ്ട ശ്രദ്ധ സർക്കാർ കൊടുത്തില്ല എന്നുള്ളത്. 1458 എന്ന് പറയപ്പെടുന്നതൊക്കെ ചെറിയ കണക്കാണ്. ആ കണക്കൊന്നുമല്ല യാഥാർത്ഥ്യത്തിലുള്ളത്. മസ്റ്ററിങ് നടത്തുന്ന സമയത്ത് വിരലടയാളം വെച്ച ആളുകൾ, ഇതിനകത്ത് സർക്കാർ ചെയ്യുന്നത് എന്താണ്? ചെറിയ മൃദു സമീപനം സർക്കാർ എടുത്തിട്ടുണ്ട്. കാരണം ഈ സർക്കാർ ജോലിക്കാരുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരുടെ പൊളിറ്റിക്കൽ പവറിനെ ഓവർകം ചെയ്യാനുള്ള ഭയം ഇവിടുത്തെ രാഷ്ട്രീയ സർക്കാരുകൾക്കുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ തലോടിക്കൊണ്ടും എന്നാൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ആവരുത്. അവരെ 100% സത്യത്തിൽ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. ഈ നാടിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേടാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ശരാശരിക്കും താഴെയുള്ള സാധാരണക്കാരൻ്റെ ഉപജീവന പ്രശ്നത്തെ പരിഹരിക്കാൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ അവനവന് സുഖമായി ജീവിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കെ അതും വാങ്ങിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന സമയത്ത് അവൻ ചെയ്യുന്ന കൊടും ക്രൂരത എന്ന് പറയപ്പെടുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അത് സർക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി അതിന് വേണ്ട തീരുമാനമെടുക്കുന്നതിൽ വൈകിപ്പിച്ചു, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ പേരിലുള്ള കെടുകാര്യസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ പുറകിൽ നിന്നിട്ടുള്ള ജീവനക്കാർ, ഒപ്പം തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ജീവനക്കാർ, ഈ കാര്യം അറിഞ്ഞിട്ട് പോലും അതിന് തീരുമാനമെടുക്കാത്ത ആ ജീവനക്കാരുടെ മേലധികാരി ഇത്യാദി ആളുകൾക്ക് ഈ അന്വേഷണം എത്തണം. ആ അന്വേഷണത്തിൻ്റെ പുറകെ പോകേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ള വ്യാപിച്ച കണക്ക് നമുക്കറിയുള്ളൂ. കേരളത്തിനകത്ത് 14 ജില്ലകളിലും തപ്പിപ്പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കേരളത്തിലെ പ്രതിസന്ധി തീരാനുള്ള സംഖ്യ ഉണ്ടാവും ഇവർക്ക് അടിച്ചുമാറ്റി കൊണ്ടുപോയത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉണ്ടാവണം. രാഷ്ട്രീയമല്ല ഇതിനകത്ത്. സർക്കാർ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള രൂപരേഖയോ കൃത്യമായിട്ടുള്ള ഇടപെടലുകളോ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷെ കെടുകാര്യസ്ഥതയിൽപ്പെടുത്താം, അല്ലെങ്കിൽ അറിവുറവിൻ്റെ കാര്യത്തിൽപ്പെടുത്താം, അല്ലെങ്കിൽ അവർ വേണ്ട ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് പറയാം. ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ, കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. സർക്കാരുകൾ അത് പഞ്ചായത്തിൻ്റെ തലത്തിലായിക്കോട്ടെ, വാർഡ് മെമ്പർ തലത്തിലായിക്കോട്ടെ, വില്ലേജിൻ്റെ തലത്തിലായിക്കോട്ടെ, കളക്ടറുടെ നേതൃത്വത്തിലായിക്കോട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥർ തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലാണെങ്കിലും ഈ കള്ളന്മാരുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമാണ് സർക്കാർ കാണിക്കേണ്ടത്. ആ കാണിക്കുന്ന സമയത്ത് രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ അവരെ പിരിച്ചുവിടുക എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ തീരുമാനം തന്നെ സർക്കാർ എടുക്കണമെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. കാരണം ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷന്റെ പ്രശ്നമാണ്, സാമൂഹിക